എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നടാൻ പോകുന്നത് സുക്കിനി. ന്യൂസിലൻഡിൽ നിന്നും കൊണ്ടുതന്ന വിത്താണ്. ഞാനിത് നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. റാഡിഷ് നട്ട് നിങ്ങളെ കാണിച്ചു തന്നതാണ്. അതിൻ്റെ ഒപ്പം കിട്ടിയ വിത്താണിത്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. വിത്ത് പൊട്ടിച്ചെടുത്തു. മത്തക്കുരു പോലെയാണ് വിത്ത്. ഇത് ഓരോന്നാണ് നടുന്നത്. നമ്മൾ റാഡിഷ് നട്ടമട്ട് കൂടുതലൊന്നും നടുന്നില്ല. ഇത് ഓരോ വിത്താണ് നടുന്നത്. ഇത് നേരിട്ട് നടാതെ പാകി മുളപ്പിച്ചാണ് നടുന്നത്. സുക്കിനി നടാനായിട്ട് ഞാനിവിടെ മണ്ണ് നിറച്ചിട്ടുണ്ട്. ചാണകപ്പൊടി, മണ്ണ്, മുട്ടത്തോടെ എല്ലാം കൂടി കൂട്ടി ഇളക്കി നിറച്ച് വെച്ച മണ്ണാണിത്. ഇതിലേക്കാണ് വിത്ത് നടുക. നമ്മൾ ഓരോ നാട്ടോ നടുന്നുള്ളൂ. ഓരോ വിത്തായിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം തളിച്ചു കൊടുക്കാം. സുക്കിനി മുളച്ച് അതുപോലെ 4 ഇല പാകം ആയിട്ടുണ്ട്. ഇത് നിലത്തേക്ക് നടാം. ഞാനിവിടെ നടുന്നത് നിലത്താണ്. ഗ്രോ ബാഗിൽ നടുന്നവർക്ക് അങ്ങനെ നടാം. സുക്കിനി നടാനായിട്ട് ഇവിടെ ഒരു വാരം മാടി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നിലത്താണ് നടുന്നതെന്ന്. ഇതിലേക്ക് ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, കിച്ചൺ വേസ്റ്റ്, കമ്പോസ്റ്റ് വളം ഇതെല്ലാം കൂടി ചേർത്ത് കുത്തി ഇളക്കി എടുത്ത് വെച്ച വാരാണിത്. നമ്മൾ അടിവളം നന്നായിട്ട് കൊടുക്കണം. കൂടുതൽ വളങ്ങളൊന്നും പിന്നീട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നന്നായിട്ട് അടിവളം കൊടുത്താണ് ഇത് വാരം മാടിയിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് സുക്കിനി നടാം. അങ്ങനെ പാകി നിർത്തിയ സുക്കിനി ഇതിലേക്ക് നട്ടു. സുക്കിനി നട്ട് ഇത്രയും വളർച്ചയായിട്ടുണ്ട്. ഒരു 40 ദിവസം ആയ വളർച്ചയാണിത്. ഒരു ഇത് റാഡിഷിൻ്റെ ഒപ്പം തന്നെ നട്ടതാണ്. അതിൽ പതുക്കെ ഓരോ പൂവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഓരോ പൂവ് കാണാം. ഈ കാണുന്നത് പൂവാണ്. ഇത് പൂവാണിത്. 60 ദിവസമായ വളർച്ചയാണിത്. ഒരു സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. സുച്ചിന് പൂവിട്ടിട്ടുണ്ട്. ഒരു മഞ്ഞ പൂവ് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലും സുച്ചിന് നട്ടം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. പൂവ് വിടർന്നു വരുന്നതാണ് ഈ കാണുന്നത്. സാധാരണ മത്തങ്ങയുടെ പൂവ് പോലെ തന്നെ മഞ്ഞ കളറാണ്. നിറയെ പൂവ് കാണുന്നുണ്ട്. നല്ല കരുത്തോട് കൂടിയാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ.
നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതും ന്യൂസിലാൻഡിൽ നിന്നും കൊണ്ടുവന്ന വിത്ത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇവിടം വരെ എത്തുമെന്ന്. ഇതിന് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ കമ്പോസ്റ്റ് വളം കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ നമ്മൾ അടിവളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അതൊരു കരുത്തോടു കൂടി തന്നെ വളരും. പിന്നെ നടുമ്പോൾ നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തണുത്ത കാലാവസ്ഥയാണ്. മഞ്ഞും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ആ കാലാവസ്ഥ അതിന് യോജിച്ചതാണ്. ആ സമയം നോക്കി നടണം. ഇപ്പോൾ കാണുന്നത് ആൺപൂവാണ് കേട്ടോ. മുഴുവൻ ആൺപൂവാണ്. നിറയെ പൂവുണ്ട്. ആൺപൂവാണ് മുഴുവൻ കാണുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പെൺപൂവ് ഉണ്ടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പെൺപൂവ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വിച്ചിനെയാണിത്. അത് പതുക്കെ പൂവിട്ട് വന്നപ്പോൾ ഒരു ചെരുവ് പോലെ അത് മറിയുന്ന ഒരു തോന്നലാണ്. അപ്പം ഞാൻ അടിയിൽ അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം മണ്ണുകൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വളർന്ന് മണ്ണ് ചെല്ലുന്നത് നല്ലതാണ്. കുറേശ്ശെ മണ്ണ് നമ്മൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാത്തിനും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞ കളറുള്ള പൂക്കളാണ്. മത്തങ്ങയുടെ പൂ പോലെ തന്നെയാണ് ഇതിൻ്റെ പൂവ്. എല്ലാം തന്നെ ആൺപൂക്കളാണ്. എന്നാലും നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ നമുക്ക് ഒരു പെൺപൂവ് വിരിഞ്ഞിട്ടുണ്ട്. സുക്കിനി ഉണ്ടാവുന്നത് താഴെ നിലം തൊട്ടാണ് ഉണ്ടാവുന്നത്. പംകിൻ ഇനത്തിൽപ്പെട്ട ഒരു പച്ചക്കറിയാണെങ്കിലും ഒട്ടും പടർന്ന് വളരാത്ത ഒരു ഇനമാണിത്. വേറൊരു പെൺപൂവും കൂടി കാണുന്നുണ്ട്. ആദ്യമുണ്ടായ പൂവാണിത്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ഇനിയും പെൺപൂക്കൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിറയെ പൂവിട്ട് നിൽക്കുന്ന നമ്മുടെ സുക്കിനിയാണ് ഈ കാണുന്നത്. ആദ്യമുണ്ടായ സുക്കിനിയാണിത്. പതുക്കെ വളർന്നു തുടങ്ങി. വേറെ 1-2 ചെടികളിൽ കൂടി ഇങ്ങനെ പൂവ് കാണുന്നുണ്ട്, പെൺപൂവ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സുക്കിനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചല്ല നമ്മൾ നട്ടത്. ന്യൂസിലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന് വിത്ത് നട്ടതാണ്. ഇതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. മറ്റുള്ളതിൽ ഓരോന്ന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോന്ന് 1-2 ഒക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം.
ആദ്യം ഒരു സുക്കിന് മൂത്ത് കിട്ടിയെങ്കിലും പിന്നെ പതുക്കെ ഓരോന്നുണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ വെൺപൂക്കൾ ചെടികളിൽ കാണാം. സാധാരണ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന ചുക്കിനി ഇതിലൊക്കെ ചെറുതാണ്. ഇത് സാമാന്യം വലിപ്പമുണ്ട്. ഇത് നിലത്ത് നട്ടതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും വലിയ ചുക്കിനി നമുക്ക് കിട്ടിയതെന്ന് തോന്നുന്നു. ഇതാ ആദ്യമായിട്ട് നട്ട സുക്കിനി പ്ലാന്റിൽ നിന്ന് ആദ്യത്തെ വിളവെടുപ്പ്. സുക്കിനി കൊണ്ട് ഒരുപാട് ഫുഡ് ഐറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒത്തിരി വൈറ്റമിൻസ് ഇതിലടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വിറ്റാമിൻ എ. കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പച്ചക്കറി ഇനമാണ് സുക്കിനി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.